നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന മിത്രയ്ക്ക് ഫിസിക്കൽ ടെസ്റ്റിനുള്ള അക്നോളജ്മെന്റ് ലെറ്റർ വരുവാണ്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ മിത്രയ്ക്ക് സന്തോഷമായി. അപ്പോഴാണ് മീനാക്ഷി അങ്ങോട്ട് വരുന്നത്. മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ആള്? അതെ, എനിക്ക് ഫിസിക്കൽ ടെസ്റ്റിനുള്ള ലെറ്റർ വന്നിട്ടുണ്ട്. മീനി ചേച്ചി, ആഹാ അത് കൊള്ളാലോ. അധികം വൈകാതെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നീ പാസ്സാവുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അപ്പൊ ജോലി ഉറപ്പായല്ലേ എന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ കിട്ടും, നിനക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്ക് കിട്ടാനെന്നൊക്കെ മീന് പറഞ്ഞു. അപ്പോഴാണ് ഗോമതിയുടെ ഗോമതി ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്നോടും കൂടെ പറയാൻ പറ്റുന്ന വല്ല കാര്യമാണോ? മീന് പറഞ്ഞു, അതെ, മിത്രയ്ക്ക് ഫിസിക്കൽ ടെസ്റ്റിനുള്ള ലെറ്റർ വന്നത് പറഞ്ഞു. ആഹാ അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിലേ ഇനി സമയം കളയാതെ കുത്തിയിരുന്ന് പഠിച്ചോണോ കേട്ടോ, പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം. അപ്പോഴേക്കും മീന് പറഞ്ഞു, ഇത് പഠിച്ചെഴുതാനുള്ള പരീക്ഷയല്ല, അതൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു. കഴിഞ്ഞോ? ഇത് ഫിസിക്കൽ ടെസ്റ്റാ. അപ്പൊ ഓട്ടം ചാട്ടമൊക്കെയാണോ? അത് തന്നെ, ഓട്ടവും ചാട്ടമൊക്കെയാ. അത് കേട്ട് കഴിഞ്ഞപ്പോ മിത്ര പറഞ്ഞു, അപ്പച്ചി എന്താണെങ്കിലും എനിക്ക് നന്നായിട്ട് ഫിസിക്കൽ ടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞു. മീന് പറഞ്ഞു, അതെ, മിത്ര ഓടി എന്താണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കുക തന്നെ ചെയ്യും. ഓ പിന്നെ വലിയൊരു PT ഉഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഗോമതി കളിയാക്കുവാണ്. അപ്പോഴേക്കും മീനു പറഞ്ഞു, അത്ര കളിയാക്കുവൊന്നും വേണ്ട അമ്മ, അവള് ഡെയിലി പ്രാക്ടീസിന് പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അല്ല, നീ ഇത് ആരിനെ വിളിച്ചു പറഞ്ഞോ എന്ന് മീനു ചോദിച്ചു. അയ്യോ ഇല്ല, പറഞ്ഞില്ല, എങ്കിൽ വിളിച്ചു പറയാൻ പറഞ്ഞു. അപ്പൊ തന്നെ മിത്ര ആരിനെ വിളിക്കുകയാണ്. ആര്യ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? എൻ്റെ ഫിസിക്കൽ ടെസ്റ്റിനുള്ള ലെറ്റർ വന്നിട്ടുണ്ട്. ആഹാ കൊള്ളാലോ. അപ്പൊ ഇനി നമുക്ക് പ്രാക്ടീസ് ഇത്രയും കൂടെ നാളെ മുതൽ കടുപ്പിക്കേണ്ടിയിരിക്കുന്നല്ലേ? നന്നായിട്ട് ഇത്തിരിയോട് പ്രാക്ടീസ് ചെയ്യണം. നിനക്ക് കിട്ടൂന്നേ, എനിക്ക് ആ ആത്മവിശ്വാസമുണ്ട്. അല്ല, ഇതിന്റെ സന്തോഷത്തിനായിട്ട് ഞാനെന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പറഞ്ഞപ്പോ വേണ്ട, എത്രയും പെട്ടെന്നൊന്നും വന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ഗോമതി എടുത്ത്, അയ്യോ മീൻ മേടിക്കാൻ പറയായിരുന്നു, അവൻ വരുവാണെങ്കിൽ. പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് മിത്രയുടെ നിന്ന് ഫോൺ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആരിനിത് അറിയത്തുണ്ടായിരുന്നില്ലല്ലോ. ആര്യം പറഞ്ഞു, അപ്പൊ ഞാനായിട്ടൊന്നും വാങ്ങിക്കൊണ്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് വന്നാ മതി അല്ലേന്ന് ചോദിക്കുകയാണ്. ഗോമതി പറഞ്ഞു, അതെ, വന്നിട്ട് കാര്യമില്ല, മീനും കൂടെ വാങ്ങിച്ചോണ്ട് വേണം നീ ഇങ്ങോട്ടേക്ക് വരാനെന്ന് പറഞ്ഞു. ശരിക്കും ആര്യം ചമ്മി. ആര്യം കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മിത്രയാന്ന് ഓർത്തോണ്ട് അവൻ പറയാ ഞാൻ അങ്ങോട്ടേക്ക് പെട്ടെന്ന് വരാന്ന്. ഞാൻ പറഞ്ഞു മീനും കൂടെ വാങ്ങിക്കൊണ്ട് വരാൻ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ മിത്രയ്ക്ക് ചമ്മലായിപ്പോയി. മീനാക്ഷിയും ഗോമതിയും കൂടെ മിത്രയെ കളിയാക്കി ചിരിക്കുവാണ്. ഇതേ സമയത്ത് ഗോമതി സ്റ്റോഴ്സ് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ബാലനും രാമേട്ടനും ഒക്കെ നല്ല തിരക്കിട്ട ജോലിയിലായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബാലിന്റെ അടുത്തേക്ക് രാമേട്ടൻ വന്നിട്ട് പറഞ്ഞു, അതെ, നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നല്ലോ എന്ന് പറഞ്ഞു. എന്താ രാമേട്ട? നിന്റെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ട്, എനിക്കറിയാം. നിന്റെ മനസ്സിൽ എന്തോ ഒരു വയ്യാകെ കടന്നു ഓടിയിട്ടുണ്ട്. ഇനി നീ എന്തിനാണ് ടെൻഷൻ അടിക്കണേ? 1 കോടി രൂപ ഈ പറയുന്ന ജീവന് കൊടുക്കണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പൊ നീ ആ പൈസയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? അവൻ അങ്ങനെ പറഞ്ഞാലും അവൻ നല്ല പയ്യനാ, അവന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നഷ്ടപരിഹാരമായിട്ട് 1 കോടി രൂപ കൊടുക്കണം രാമേട്ട. എന്തിനാടാ നീ കൊടുക്കുന്നേ? അവൻ വേണ്ടാന്ന് പറഞ്ഞല്ലോ. അവന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. എടാ ബാല, ഈ 1 കോടി രൂപ നീ എവിടെ നിന്നുണ്ടാക്കും ഓർത്താ? നീ അതിനെക്കുറിച്ച് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? അവര് വേണ്ടാന്ന് പറഞ്ഞല്ലോ. വേണ്ടാന്ന് പറയുന്ന അത് അവരുടെ മര്യാദ. മാനനഷ്ട കേസ് ഫയൽ ചെയ്യില്ല എന്ന് പറഞ്ഞ അവരുടെ മര്യാദ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കാതിരിക്കാൻ പാടില്ല. അവരെ പോലൊരു നല്ല പയ്യനെ എൻ്റെ മോൾക്ക് വിധിച്ചിട്ടില്ല. അത് തന്നെ ഞാൻ കണക്ക് കൂട്ടുന്നുള്ളൂ. അവൻ നല്ല പയ്യനായിരുന്നു. അവൾക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയത് അത്രയും നല്ല പയ്യനെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവൾക്ക് ആ അലോകിനെ പോലെയുള്ള എന്ന് പറഞ്ഞിട്ട് ബാലൻ നിർത്തി. അപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു, ഇനിയിപ്പൊ അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, നീ സമാധാനമായിട്ടിരിക്കുക. ഇല്ല ബാലേട്ട, അല്ല ഇല്ല രാമേട്ട, എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ആ 1 കോടി രൂപ കൊടുത്താലോ എനിക്ക് സമാധാനമാവുള്ളൂ. എടാ, നീ ഇത് എവിടെ നിന്നെടുത്തിട്ട് കൊടുക്കണേ പൈസ വേണ്ടേ? അല്ലെങ്കിൽ നിനക്ക് ദേവമംഗലം വിൽക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വിൽക്കാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? നിന്റെ മക്കള് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇപ്പോഴാണെങ്കിൽ അനുശ്രീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുക. ഇനിയിപ്പോൾ അടുത്തൊരു പ്രശ്നം കൂടെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? വെറുതെ നമ്മളായിട്ട് എന്തിനാ? നീ ഒന്ന് ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. വെറുതെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. ബാലൻ പറഞ്ഞു, 1 കോടി രൂപ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കും. അതിനൊരു മാറ്റമില്ല രാമേട്ട, എനിക്കത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. രാമേട്ടന് പോലും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. ബാലനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞെന്ന് രാമേട്ടന് മനസ്സിലായി. ഇതേ സമയത്ത് അച്യുതന്റെ ഫോണിലേക്ക് അനന്തം വിളിക്കുകയാണ്.
അങ്ങനെ വിളിച്ച് സംസാരിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ പറഞ്ഞു അനന്തേട്ടനാ വിളിച്ചത്. ആ അമേരിക്കക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നത് അലോകിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറയാനായിട്ട്. അവർക്കറിയില്ലോ അലോകിന്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും, ആ വിവാഹം നടക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അച്യുതൻ പറഞ്ഞു നടക്കാതിരുന്നിട്ട് കാര്യമില്ല, ഇവനോട് നമ്മൾ പറഞ്ഞോ ഇങ്ങനെ ഒരു കുരിശെടുത്ത് തലയിലേക്ക് വെക്കാനായിട്ട്. അത് പിന്നെ അച്ഛാ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നിങ്ങളല്ലേ പറഞ്ഞേ ദേവമംഗലക്കാരെ തോൽപ്പിക്കാനായിട്ട് ഞാൻ അവളെ വിവാഹം കഴിക്കണമെന്നൊക്കെ. എടാ അത് മുമ്പ് പറഞ്ഞ കാര്യ, പിന്നെ ഞങ്ങളിത് പറഞ്ഞല്ലോ, വേണ്ടാത് പറഞ്ഞല്ലോ അച്ഛാ. അത് പിന്നെ ഞാന് എടാ നിന്നോട് ആരില്ലോ അവളെ കെട്ടാനായിട്ട് വീണ്ടും പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലോകിന്റെ മനസ്സിലേക്ക് ആ ഓർമ്മകളൊക്കെ കടന്നു വരുവാണ്. അനുസരിയുടെ കഴുത്തിൽ താൻ താലി ആർത്തിയിട്ടില്ല, പക്ഷെ അവള് തനിച്ച് ചെയ്ത കാര്യമാണ്, അത് ഇവരോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും അച്ഛനും ചോദിച്ചു നീ എന്താടാ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ? ഒന്നുമില്ലാന്ന് പറഞ്ഞു. എടാ എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള മാർഗം എന്താന്ന് വെച്ചാൽ നോക്കണം. രാജശ്രീ പറഞ്ഞു അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ് അച്യുതേട്ടാ. അച്യുതേട്ടൻ എന്തായി പറയണേ? ഇപ്പൊ ഇവന്റെ ഭാര്യയല്ലേ അവള്, അപ്പൊ അങ്ങനെ അങ്ങ് ഇറക്കി വിടാൻ പറ്റുമോ? അച്യുതൻ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അമേരിക്കക്കാരന്റെ മോളുമായിട്ട് ഇവന് നല്ലൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ, ആ കല്യാണം നടക്കണമെങ്കിൽ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേ മതിയാവുള്ളൂ. അപ്പോഴേക്കും അലോ പറഞ്ഞു ഞാൻ നോക്കട്ടെ അച്ഛാ, എന്തേലും മാർഗം ഉണ്ടോ നോക്കട്ടെ. എടാ എടുത്തു ചാടി നീ അവളുടെ കഴുത്തിൽ താലി ആർത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു, നിനക്കിത് എന്ത് പറ്റിയിട്ടാണ് നീ ഇങ്ങനെ ചെയ്തേ? അച്ഛാ അതൊക്കെ സംഭവിച്ചു പോയി, ഇനി അവളോട് അല്ല ഇനി ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ഒരു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. ശരി എന്ത് വേണോ ആയിക്കോ, പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ അവളെ നീ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ശരി അച്ഛാന്ന് അലോക് പറഞ്ഞിട്ട് അലോക് ഇരുന്ന് ആലോചിക്കുകയാണ് എന്താണ് മാർഗം. ആ സമയത്ത് ആകെപ്പാടെ തലവേദന എടുത്തിരിക്കുകയാണ് ശ്രീദേവി ഗോമതി സ്റ്റോഴ്സിൽ. ധർമ്മം ചോദിച്ചു എന്ത് പറ്റി മോളെ? എന്താണെന്നറിയില്ല, വല്ലാത്തൊരു തലവേദന. എങ്കിൽ മോളൊരു കാര്യം ചെയ്യും, പോയി ഒരു ചായ കുടിച്ചിട്ട് വാ. ശരി ഞാൻ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ബാലൻ അങ്ങോട്ട് വരുന്നത്. ബാലൻ വന്നിട്ട് ചോദിച്ചു മോളിത് അങ്ങോട്ട് പോവാ? ബാലച്ച നല്ല തലവേദനയുണ്ട്, ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് കരുതി. എങ്കിൽ ശരി മോള് പോയി കുടിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ശ്രീദേവി പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് ബാലൻ പറഞ്ഞു അതെ കഴിഞ്ഞ പ്രാവശ്യം പച്ചക്കറി ലോഡ് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറെ ചീഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, ഇത്തവണ നമ്മൾ ലോഡ് നോക്കി എടുക്കണമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക എടാ ധർമ്മ, നീ ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞു. രാമേണ്ണൻ കൂടെ കൂട്ടിക്കോളാൻ പറഞ്ഞു. ധർമ്മം പറഞ്ഞു അല്ല ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാന്നേ, എനിക്ക് പലചരക്ക് സാധനം കൊടുക്കാനായിട്ട് പോകണ്ടേന്ന് ചോദിച്ചു. അതാണല്ലോ, ഒന്നൊരു കാര്യം ചെയ്യുക ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ട് നീ രാമേട്ടൻ പോട്ടേന്ന് പറഞ്ഞു. അതിന് ശ്രീദേവിക്ക് തലവേദനയാണല്ലോ. ശരിയാ, ഒരു കാര്യം ചെയ്യുക നീ എന്നാ ശ്രീദേവി വരുമ്പോ ഈ പൈസ ഏൽപ്പിച്ചേക്ക്, ഞാനും രാമേണ്ണനും കൂടെ പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ രാമേണ്ണനെ വിളിച്ചോണ്ട് ബാലൻ അങ്ങോട്ടേക്ക് പോയി. പൈസ അവിടെ വെച്ചിട്ട് ധർമ്മം പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ധർമ്മൻ എന്ത് ചെയ്തു, സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇതേ സമയത്ത് സുകന്യ കൃഷ്ണമംഗലത്തേക്ക് വരുവാണ്. അപ്പൊ എല്ലാരും കൃഷ്ണമംഗലത്തുണ്ടായിരുന്നു. സുകന്യ വന്നിട്ട് പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ, മിത്ര പോലീസ് ആവാനായിട്ട് പോവാണ്. ഇത് കേട്ടോണ്ടാണ് ആനന്ദനും നന്ദിതയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോഴേക്കും അച്യുതൻ ചോദിച്ചു പോലീസോ? അതെ അവളുടെ ഫിസിക്കൽ ടെസ്റ്റാ ഈ വരുന്ന 15-ാം തീയതി. അതിനകത്ത് അവള് പങ്കെടുക്കുകയും ചെയ്യും, പാസ്സാകുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ആരും അവളെ ഡെയിലി കൊണ്ടേ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ടല്ലോ. അത് കേട്ടപ്പോ അനുശ്രീ പറഞ്ഞു ആഹാ കൊള്ളാലോ, അല്ലെങ്കിലും എനിക്കറിയായിരുന്നു മിത്രച്ചിക്ക് ഉറപ്പായിട്ടും ഈ ഫിസിക്കൽ ടെസ്റ്റിന് പാസ്സാകാൻ പറ്റുമെന്ന്, മിത്രച്ചി പോലീസ് ആവുന്നുള്ള കാര്യം. അത് കേട്ടപ്പോ അച്യുതൻ അങ്ങോട്ട് സഹിച്ചില്ല. അച്യുതൻ പറഞ്ഞു പിന്നെ വലിയ കേമോ ആയിപ്പോയി, അവളുടെ കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത്. ഞങ്ങളെ ആരെയും വേണ്ടെന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയോളല്ലേ അവള്, പിന്നെ എന്തിനാ അവളുടെ കാര്യം നീ ഇവിടെ വന്ന് പറയണ സുകന്യെ? അവൾ ഇവിടുത്തെ കുട്ടിയല്ലേ, പറയണമെന്ന് എനിക്ക് തോന്നി, അത് ഞാൻ പറഞ്ഞു. രാജശ്രീ പറഞ്ഞു അങ്ങനെ ഇവിടുത്തെ കുട്ടിയെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, അവൾ ഇവിടുന്ന് പോയവളാ, ഇവിടുത്തെ കുട്ടിയൊന്നുമല്ല. അപ്പോഴേക്കും അനു പറഞ്ഞു അങ്ങനെ പറയരുത് ആന്റി, ഞാൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നില്ലേ, അപ്പൊ പിന്നെ എന്താ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി അവളെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് നന്ദിത പറഞ്ഞു അതെ എന്നാ ടെസ്റ്റ് എന്ന് പറഞ്ഞ് 15-ാം തീയതി എന്ന് പറഞ്ഞു. എന്റെ മോൾക്ക് കിട്ടും, അവളുടെ കുഞ്ഞുനാളിലെ മുതലുള്ള ആഗ്രഹമായിരുന്നു, 3-4 വയസ്സുള്ളപ്പോൾ മുതലുള്ള ആഗ്രഹം പോലീസുകാരി ആവണം എന്നുള്ള. ആരിനത് സാധിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, ആ ഒരു സന്തോഷത്തിലായിരുന്നു അവര്. അപ്പോഴേക്കും അച്യുത സുകന്യയോട് പറഞ്ഞു സുകന്യെ ഇനി ഇമാതിരി വർത്താനം പറഞ്ഞോണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്, ദേവമംഗലത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ട, ഞാനൊന്നും പറയണില്ല എന്നും പറഞ്ഞുകൊണ്ട് സുകന്യ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു. ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അച്യുതനത്. അതേ സമയത്ത് കടയിലേക്ക് ഉദയഭാനു വരുവാണ്. അപ്പൊ ധർമ്മനെ കടയിലുണ്ടായിരുന്നുള്ളൂ. ഉദയഭാനു വന്നിട്ട് ധർമ്മനോട് ചോദിച്ചു എന്തേ ദേവിമോൾ എന്തേ? അയ്യോ ദേവിക്ക് തലവേദനയാന്ന് പറഞ്ഞു, ഒരു ചായ കുടിക്കാൻ പോയേക്കുക. ആണോ? അല്ല ഞാൻ വിളിക്കണോ ഇപ്പൊ? വേണ്ട വേണ്ട, ചായ കുടിച്ചിട്ട് പതുക്കെ വരട്ടെ എന്ന് പറഞ്ഞു.
അല്ല ബാലിനൊക്കെ എന്തിയേ? അളിയനൊക്കെ പച്ചക്കറിലോട് നോക്കാൻ പോയിക്കുവാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. അല്ല സാറെന്താ ഇവിടെ ഇങ്ങോട്ടേക്കായിട്ട് വന്നാണോ? എനിക്ക് ടൗണിലെ ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ടായിരുന്നു, മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ട് ഞാൻ വന്ന. അപ്പൊ ഇവിടെ ഒന്ന് കയറിയെന്നുള്ളൂ. സാർ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഉദയഭാനു ഇരിക്കുമ്പോഴാണ് ടേബിളിൽ നോട്ട് കെട്ടുകൾ ഇരിക്കുന്ന കണ്ടേ. പെട്ടെന്ന് ഉദയഭാനുവിന് കൈതിരിച്ചു. ഉദയഭാനു അതിൻ്റെ അകത്തുനിന്ന് ഒരു കെട്ടെടുത്ത് ഷർട്ടിനടിയിലേക്ക് വെച്ചു. അങ്ങനെ കീശയിലാക്കിയിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ധർമ്മന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ധർമ്മ കച്ചവടം കാര്യങ്ങളൊക്കെ? വലിയ കുഴപ്പമില്ല ഉദയഭാനു സാറേ, ഇങ്ങനെ പോന്നു. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, അയ്യോ എൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. വെറുതെ പറഞ്ഞാണ്. അങ്ങനെ ഫോൺ എടുത്തിട്ട് ഹലോ പറയാണ്. ആണോ? ശരി ശരി, ഞാൻ ഇപ്പം തന്നെ വരാം. പിന്നീട് ധർമ്മനോട് പറഞ്ഞു, ധർമ്മ ഞാൻ ഇറങ്ങിയേക്കുവാ. അയ്യോ ഇവിടം വരെ വന്നിട്ട് ദേവീനെ കാണാതെ പോവാണോ? അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ടൗണിൽ വരെ ചെല്ലണം. ഒരു സ്ഥലത്തിന്റെ കാര്യം ഉണ്ടായിരുന്നേ, ഞാൻ ഇപ്പൊ ചെന്നില്ലെങ്കിൽ അതിന്റെ ഓണർ പോകുന്ന പറഞ്ഞേ. ആ സ്ഥലം വാങ്ങാനുള്ള അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. അല്ല സാറേ, കുറച്ച് സമയം നിന്നിട്ട് ദേവോളെ ഞാൻ പിന്നെ കണ്ടോളാന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉദയഭാനു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ധർമ്മന് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയതുമില്ല. ഇതേ സമയത്ത് അച്യുതൻ അലോകന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും മിത്രയ്ക്ക് ഈ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവാൻ പറ്റരുത്. കാരണം അവൾ ഇതിനകത്ത് ഫെയിൽ ആവണമെന്ന് പറഞ്ഞു. ഫെയിൽ ആവാനോ? അതെ. അല്ല അതെങ്ങനെ സാധിക്കുക വെച്ചാ അതിന് വേണ്ടുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണം. അവള് പോലീസുകാരിയാൻ പാടില്ല. ദേവമംഗലംകാരങ്ങനെ ഇപ്പൊ എല്ലാം കൊണ്ടും നേടണ്ട. അവള് പോലീസും കൂടെ ആയിട്ടുണ്ട്, ശരിയാകത്തില്ല കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഇത് തകർത്തേ മതിയാവുള്ളൂ. അച്ഛന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്റെ മനസ്സിൽ ഇപ്പൊ തൽക്കാലത്തേക്ക് ഐഡിയ ഇല്ല. 15-ാം തീയതി വരെ സമയമുണ്ടല്ലോ, അതിനുള്ളിൽ എന്തെങ്കിലും തന്ത്രം മെനയണം. അവള് പാസ്സാവാതിരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. ശരി അച്ഛാ, അതെനിക്ക് സന്തോഷമുള്ള കാര്യമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ശ്രീദേവി കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് ബാലൻ കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പുറത്തേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ധർമ്മന് ഡ്രോ തുറന്ന് ഓട്ടോ കൂലി എടുക്കണം. ബാലൻ വന്നിട്ട്, ചെന്താടാ നീ എന്താ അതിനകത്ത് നടക്കുന്നേ? അതേനും ഓട്ടോ കൂലി എടുത്താ നീ ഇതിപ്പോഴെങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. എനിക്ക് അത്യാവശ്യമായിട്ടെ പുറത്തു വരെ പോണ ഒരു ആവശ്യമുണ്ട്. നിനക്കെന്താണ് ഒരു വെപ്രാളം പോലെ? ഒന്നുമില്ല അളിയാന്ന് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചിട്ട് പറഞ്ഞതും ഇല്ലായിരുന്നു. അങ്ങനെ ധർമ്മൻ അങ്ങോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ശ്രീദേവി വീട്ടിൽ വന്ന് കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നേ. ധർമ്മം വന്നു കഴിഞ്ഞപ്പോഴത്തെ ശ്രീദേവി വെച്ച്, മാമനത് എവിടെ പോയതായിരുന്നു? എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ന് കൂടുതൽ കച്ചവടം നടന്നില്ലേ ദേവിമുള കടയില്? അല്ല അത് കണക്ക് നോക്കിയാലേ അറിയത്തുള്ളൂ മാമ. എനിക്കറിയാം, ഒരു 10-15,000 രൂപയുടെ കച്ചവടം കൂടുതൽ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടോ? എനിക്കറിയില്ല. പിന്നെ എനിക്കിതൊക്കെ മനക്കണക്കല്ലേ, ഉറപ്പായിട്ടുണ്ട്. അല്ലേ മോള് നോക്കാൻ പറഞ്ഞു. അല്ല മാമന്റെ കയ്യിൽ ഇതെന്താ കവറ്? അതൊന്നും ഇല്ല. എന്താ മാമ സത്യം പറ. ഒന്നുമില്ല എന്ന് പറഞ്ഞു. മനസ്സിലായി. സുകന്യേച്ചിക്കുള്ള എന്തോ ഒരു സമ്മാനമാണല്ലേ എന്ന് ശ്രീദേവി ചോദിച്ചു. അത് കേട്ടപ്പോൾ ധർമ്മൻ ഒന്ന് ചിരിച്ചു. പിന്നീട് മുറിയിലേക്ക് പോവാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി ഇരുന്ന് കണക്ക് നോക്കാനും തുടങ്ങി. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.